ആനയടി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. ആനപ്രേമി സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് ആനയൂട്ട് നടത്തിയത്. 9 ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. കർക്കിടക മാസത്തിൽ ഗജവീരന്മാരുടെ ആരോഗ്യവും കരുത്തും സംരക്ഷിക്കുന്നതിനായി ഔഷധ ഗുണവും പോഷക സമൃദ്ധവുമായ പ്രത്യേക ഭക്ഷണങ്ങൾ ആനകൾക്ക് നൽകുന്ന പരമ്പരാഗതമായ ചടങ്ങാണ് ആനയൂട്ട്. ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. വിവിധ ആനപ്രേമി സംഘങ്ങളുടെ നേതൃത്വത്തിൽ ക്ഷേത്ര ഭരണസമിതിയുടെ സഹകരണത്തോടെയാണ് ആനയൂട്ട് നടത്തിയത്. കണിച്ചനാൽ അർജുനൻ, പനയനാർകാവ് കാളിദാസൻ, കുന്നത്തൂർ കുട്ടിശങ്കരൻ, ഉണ്ണിമങ്ങാട് ഗണപതി തുടങ്ങി 9 ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. ആനയൂട്ടിന് മുന്നോടിയായി ആനയടി പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്തു നിന്നും ഗജഘോഷയാത്ര ആരംഭിച്ചു. 100 കണക്കിന് ആളുകളാണ് ആനയൂട്ട് ചടങ്ങിൽ പങ്കെടുത്തത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ, വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ, ഖജാൻജി ബിനു ആനയടി, സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള തുടങ്ങിയവർ ആനയൂട്ടിന് നേതൃത്വം നൽകി. പഴയിടം നരസിംഹസ്വാമി ക്ഷേത്ര സന്നിധാനത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന ഓരോ ആനകളെയും ക്ഷേത്ര മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗജപൂജ നടത്തി ആനയൂട്ടിന് സജ്ജരാക്കുന്നതാണ്. ആനയുടെ തമ്പുരാന്റെ തിരുസന്നിധിയിൽ 4ാമതായി നടക്കുന്ന ഈ ഗജപൂജയിലും ആനയൂട്ടിലും പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളെയും ഭഗവാന്റെ തിരുനാമധേയത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, ചൂരനാട്.